ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അസ്കർഖാൻ്റെ വീട്ടിലേക്ക് പോകുന്ന അന്ന് വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. പിന്നെ കൂട്ടത്തിൽ എനിക്ക് ഈദിന് കിട്ടിയിട്ടുണ്ടായിരുന്ന 2 ഗിഫ്റ്റും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം ദം പൊറാട്ട ഉണ്ടല്ലോ, ദം ബിരിയാണി അല്ല, ദം പൊറാട്ടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നമുക്ക് ദം പൊറാട്ടയിലേക്ക് സവാളയും അതുപോലെ കാഷ്യൂം കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ദം പൊറാട്ട എന്ന് പറയുന്നത് കുറേ ആയിട്ട് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും ഉമ്മ പറഞ്ഞു പൊറാട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതാണ് ഇന്നൊരു ദം പൊറാട്ട ആയിക്കോട്ടെ എന്നുള്ളത്. അപ്പോൾ ഇതാ കാഷ്യൂ കിസ്മിസ് അതുപോലെ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊറാട്ടയിലേക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു നോർമലായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം സവാളയൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്കിനി ലാസ്റ്റ് ഈ സവാളയും തക്കാളിയൊക്കെ ഇട്ട് ഈ ഒരു മസാല ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് എന്നിവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ കറിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഞാനിതാ ഒന്ന് വാഴയില എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വാഴയില നമുക്ക് പൊറാട്ട ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ മസാലയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനിടയിൽ വാഴയില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഈ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ നോർമൽ ഒരു പാത്രത്തിൽ ഏതെങ്കിലും പാത്രത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വേഗത്തിലാവാൻ വേണ്ടിയിട്ട് ചിക്കന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണെന്ന് മാത്രം. അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് 1-2 വിസിലടിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും അസ്കർക്കയും മനുവും കെൻസും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുട്ട നമുക്ക് ദം ചെയ്യുമ്പോൾ പൊറോട്ട ദം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ആവശ്യമുള്ളത്. പിന്നെ ഞാനിവിടെ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ദം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ്റെ ഗ്രേവി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും സവാളയും. അപ്പോൾ ഇങ്ങനെ ഒരു മൺചട്ടി എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിൽ ആദ്യം ഒരു വാഴയില വെക്കുക. എന്നിട്ട് 2 പൊറാട്ട ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്.
അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് കറിയോ അല്ലെങ്കിൽ എഗ് കറിയോ ഒക്കെ ആയാലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ ഇതാ ഇങ്ങനെ ബീഫാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തത് ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ലഞ്ചിനുണ്ടായിരുന്ന ബീഫ് ആയിരുന്നു, അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിന് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസും സവാളയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിൽ 2 പൊറോട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് നേരത്തെ നമ്മൾ ലെയർ സെറ്റ് ചെയ്ത പോലെ തന്നെ ഗ്രേവിയും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ലെയറും കൂടെ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു വാഴയില വെച്ചതിന് ശേഷം ഇതിന് മുകളിലൂടെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോൾ കയറൊന്നും കിട്ടാത്തത് കാരണം പിന്നെ ചെറിയൊരു വാഴയിലയുടെ പീസ് അങ്ങനെ 2 പീസാക്കി എടുത്തിട്ട് അതിനുള്ളിൽ നല്ലോണം വെച്ച് കവർ ചെയ്തിട്ട് മുകളിലൊരു നല്ലൊരു മൂടി വെച്ചിട്ട് കവർ ചെയ്ത് ചെറിയ തീയിലൊരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ചിക്കൻ കറി ഒന്ന് വേറൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ ദം പൊറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ അതിൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഈ സവാളയും കാഷ്യൂം കിസ്മിസും ഒക്കെ ഇടുമ്പോൾ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടി ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം അന്നെന്നല്ല ഞാൻ വീട്ടിൽ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു പനിയും തലവേദനയൊക്കെ ഉണ്ടായിട്ട് വലിയൊരു സുഖമല്ലായിരുന്നു. അതുകൊണ്ട് കഴിക്കാനെന്നുള്ളൊരു മൂഡല്ലായിരുന്നു. ഇപ്പോൾ തോന്നുക ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു മൂഡായതുകൊണ്ട് എനിക്കങ്ങനെ കഴിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു അന്ന്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടും കമൻസിലൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുള്ള കുറച്ച് 2 വീഡിയോസ് ഇങ്ങനെ ഡിലേ വന്നത്. ഞാൻ അവിടുന്ന് കുറച്ചും കൂടെ വീഡിയോസൊക്കെ എടുത്ത് വേഗത്തിൽ ഇടണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് പോയതായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ അൽഹംദുലില്ലാ പനിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ സൺഡേ പോന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ സൺഡേ ഞാനിവിടെ അസ്കർഖാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അവിടെ നിന്നുള്ള വീഡിയോസൊക്കെ കാത്തു നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻസൊക്കെ തന്നെയായിരുന്നു. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി.
അങ്ങനെ ഞങ്ങളിതാ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഷബ്സ് മെഹന്തി എന്ന് പറഞ്ഞിട്ടുള്ള മെഹന്തി കോൺസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഹെയ്ഡി ഹിജാബ്സിൻ്റെ ഹിജാബ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ബാസ്ക്കറ്റ്. നല്ലൊരു അടിപൊളി ബാസ്ക്കറ്റിലൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കളേഴ്സൊക്കെയാണ് പുറത്തുനിന്ന് കാണുമ്പോൾ. എന്തായാലും നമുക്ക് ഈ ഒരു ഹിജാബൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഹെയ്ഡി ഹിജാബ്സിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കളക്ഷൻസൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുക. പിന്നെ കൂടാതെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അവരുടെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐ ഡിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അവർ അതിൻ്റെ കൂടെ ഒരു ഈദ് വിഷസൊക്കെ മെസ്സേജായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഹേദി ഹിജാബ്സ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. അപ്പോൾ എല്ലാം എനിക്കിഷ്ടപ്പെടുന്ന കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നേവി ബ്ലൂ ആണ്. അത് റിങ്കിൾഡ് കോട്ടണിലാണ് വരുന്നത്. പിന്നെ അടിയിൽ കുറച്ച് ഒരു ഗ്ലിറ്ററിങ് ആയിട്ടുള്ള എന്തോ സംഭവങ്ങൾ, ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ക്ലോത്ത്, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു സുഖം തോന്നുന്ന നല്ലൊരു ക്ലോത്താണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. പിന്നെ അടുത്ത ഒരു ലാവൻഡർ കളറാണ്. ഇത് ഷിഫോണിലാണ് വരുന്നത്. അപ്പോൾ ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. എൻ്റെ കയ്യിലില്ല, ഷേസൊക്കെ അതുപോലെ ഈ ഒരു കളറില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ക്ലോത്ത് തന്നെയാണ് ഇതും. പിന്നെ അടുത്തത് വരുന്നത് ജോർജറ്റിൽ വരുന്നതാണ്. ഇതൊരു ന്യൂഡ് കളറാണ്. ഇതൊക്കെ എല്ലാ ഡ്രസ്സുകൾക്കും മാച്ച് ആവുന്ന ടൈപ്പ് ഒരു കളറാണ്. അതും അടിപൊളി തന്നെയാണ്. പിന്നെ അടുത്ത വരുന്നത് ഈ ഒരു കളറും നമുക്ക് ഏത് ഡ്രസ്സിലും മാച്ച് ആവുന്ന കളർ തന്നെയാണ്. അപ്പോൾ ഇതും ഒരു കോട്ടണിൽ വരുന്ന തന്നെയാണ്. നല്ല വിഡ്ത്തും ലെങ്ത്തൊക്കെ ഉള്ള ഷോളാണ് കേട്ടോ. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, അത്രയും ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം അടിപൊളി തന്നെയാണ്. അടുത്തതൊരു മെറൂൺ കളർ ഷോളാണ്. അപ്പോൾ ഇത് ഇൻ്റർനെറ്റ് ഷോളാണ്. ഇത് കുറച്ചൊരു ഹെവി ആയിട്ടുള്ളൊരു ടൈപ്പാണ്. ഇതും നല്ല ലെങ്ത്തും വെടുത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇട്ടിട്ടൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തൊരു ഗിഫ്റ്റ് ഇതാണ് കേട്ടോ. ഷബ്സ് മെഹന്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ റിലേറ്റീവാണ്, എൻ്റെ ജൂനിയറൊക്കെ ആയിട്ടുണ്ടായിരുന്നതാണ് ഷബ്നയുടെ മെഹന്തിയാണിത്. അപ്പോൾ ഷബ്സ് മെഹന്തി എന്ന് പറഞ്ഞിട്ടുള്ള അവർക്കും ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി മെഹന്തി ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈദ് വീഡിയോസിലൊക്കെ കാണിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ഇതും ഒന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഓർഡറൊക്കെ കൊടുക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.